بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. يا أيها النبي إذا طلقتم النساء فطلقوهن لعدتهن وأحصوا العدة واتقوا الله ربكم لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا. വചനം 1. യാ അയ്യുഹൻ നബിയു, ഹേ നബിയെ, ഇദാ തൊല്ലഖ്തും, നിങ്ങൾ തൊലാഖ് ചെയ്താൽ, വിവാഹമോചനം ചെയ്താൽ, അന്നിസാഅ, സ്ത്രീകളെ, ഫതൊല്ലിഊഹുന്ന, എന്നാൽ അവരെ മോചനം ചെയ്യുവിൻ, ലിഇദ്ദതിഹിന്ന, അവരുടെ ഇദ്ദയിലേക്ക്, തക്കവണ്ണം, ഇദ്ദാ സമയത്തേക്ക്, വഅഹ്സു, നിങ്ങൾ കണക്കാക്കുകയും ചെയ്യുവിൻ, ക്ലിപ്തപ്പെടുത്തുകയും ചെയ്യുവിൻ, അൽ ഇദ്ദത, ഇദ്ദയെ, വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ, റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവായ, ലാ തുഖ്രിജൂഹുന്ന, അവരെ നിങ്ങൾ പുറത്താക്കരുത്, മിൻ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിൽ നിന്ന്, വലാ യഖ്റുജ്ന, അവർ പുറത്തു പോകയും അരുത്, ഇല്ലാ അൻ യഅ്തീന, അവർ വന്നാലല്ലാതെ, ചെയ്യാതെ, ബിഫാഹിഷത്തിൻ, വല്ല നീചവൃത്തിയുമായി, വഷളവൃത്തിയെ, മുബയ്യിനത്തിൻ, വ്യക്തമാക്കുന്ന, പ്രത്യക്ഷത്തിലുള്ളതായ, വതിൽക, അത്, അവ, ഹുദൂദുല്ലാഹി, അല്ലാഹുവിന്റെ അതിർത്തികളാണ്, നിയമങ്ങളാകുന്ന അതിർത്തികളാണ്. വമൻ യതഅദ്ദ, ആർ വിട്ടുകടക്കുന്നുവോ, ഹുദൂദല്ലാഹി, അല്ലാഹുവിന്റെ അതിർത്തികളെ, ഫഖദ് ളലമ, എന്നാൽ തീർച്ചയായും അവൻ അക്രമം ചെയ്തു, നഫ്സഹു, തന്നോട്, തന്റെ ആത്മാവിനെ, ലാ തദ്രി, നീ അറിയുകയില്ല, അതിനറിഞ്ഞുകൂടാ, ലഅല്ലല്ലാഹ, അല്ലാഹു ആയേക്കാം, യുഹ്ദിസു, ഉണ്ടാക്കുക, പുതുതായി കൊണ്ടുവരും, ബഅദ ദാലിക, അതിനുശേഷം, അംറ, വല്ല കാര്യവും. ഹേ നബിയെ, നിങ്ങൾ സ്ത്രീകളെ, ഭാര്യമാരെ വിവാഹമോചനം ചെയ്യുന്നതായാൽ അവരുടെ ഇദ്ദ കാത്തിരിപ്പാൻ നിർദ്ദേശിക്കപ്പെട്ട സമയത്തേക്ക് അവരെ മോചനം ചെയ്യുവിൻ. ഇദ്ദയെ നിങ്ങൾ എണ്ണിക്കണക്കാക്കുകയും ചെയ്യണം. നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. അവരുടെ വീടുകളിൽ നിന്നും നിങ്ങളവരെ പുറത്താക്കരുത്, അവർ പുറത്തു പോകുകയും ചെയ്യരുത്, പ്രത്യക്ഷത്തിലുള്ളതായ വല്ല നീചവൃത്തിയും അവർ കൊണ്ടുവരുന്നതായാലല്ലാതെ, അപ്പോൾ പുറത്താക്കാവുന്നതാണ്. അതു എല്ലാം അല്ലാഹുവിന്റെ നിയമാതിർത്തികളാകുന്നു. അല്ലാഹുവിന്റെ നിയമാതിർത്തികളെ ആർ വിട്ടുകടക്കുന്നുവോ, തീർച്ചയായും അവൻ തന്നോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. നിനക്കറിഞ്ഞുകൂടാ, അതിനുശേഷം അല്ലാഹു വല്ല കാര്യവും പുത്തനായുണ്ടാക്കിയേക്കാം.
فإذا بلغن أجلهن فأمسكوهن بمعروف أو فارقوهن بمعروف وأشهدوا ذوي عدل منكم وأقيموا الشهادة لله ذلكم يوعظ به من كان يؤمن بالله واليوم الآخر ومن يتق الله يجعل له مخرجا. വചനം 2. ഫഇദ ബലഗ്ന, അങ്ങനെ അവർ എത്തിയാൽ, അജലുഹുന്ന, അവരുടെ അവധിക്കൽ, ഫഅംസിക്കുഹുന്ന, എന്നാൽ അവരെ വെച്ചുകൊണ്ടിരിക്കുക, നിർത്തിവെക്കുക, ബിമഅറൂഫിൻ, സദാചാരപ്രകാരം, നല്ല മര്യാദക്ക്, ഔ ഫാരിഖൂഹുന്ന, അല്ലെങ്കിൽ അവരുമായി വേർപിരിയുക, ബിമഅറൂഫിൻ, മര്യാദപ്രകാരം, സദാചാരമനുസരിച്ച്, വഅശ്ഹിദു, സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക, ദവൈ അദ്ലിൻ, രണ്ടു നീതിമാന്മാരെ, മര്യാദക്കാരെ, മിൻകും, നിങ്ങളിൽ നിന്നുള്ള, വഅഖീമു, നിങ്ങൾ നിലനിർത്തുകയും ചെയ്യുവീൻ, നിർവഹിക്കുകയും ചെയ്യുവീൻ, അശ്ശഹാദ, സാക്ഷ്യത്തെ, ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി, ദാലിക്കും, അതൊക്കെ, യുഅലു ബിഹി, അത് മുഖേന ഉപദേശിക്കപ്പെടുന്ന, മൻ കാന യുഅ്മിനു, വിശ്വസിച്ചു വരുന്നവരോട്, ബില്ലാഹി, അല്ലാഹുവിൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലും, വമൻ യത്തഖില്ലാഹ, ആർ അല്ലാഹുവെ സൂക്ഷിക്കുന്നുവോ, യജ്അൽ ലഹു, അവനു ആക്കും, ഏർപ്പെടുത്തും, മഖ്റജ, പോംവഴി, രക്ഷാമാർഗം. അങ്ങനെ അവർ ആ സ്ത്രീകൾ അവരുടെ അവധിക്കലെത്തുമ്പോൾ നിങ്ങൾ അവരെ സദാചാരമര്യാദ പ്രകാരം വെച്ചുകൊള്ളുകയോ അല്ലെങ്കിൽ സദാചാരമര്യാദ പ്രകാരം അവരുമായി പിരിയുകയോ ചെയ്യുക. നിങ്ങളിൽ നിന്നുള്ള രണ്ടു നീതിമാന്മാരെ സാക്ഷ്യപ്പെടുത്തുകയും അല്ലാഹുവിനു വേണ്ടി സാക്ഷ്യം ശരിക്കും നിലനിർത്തുകയും ചെയ്യുക. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു വരുന്നവർക്ക് ഉപദേശം നൽകപ്പെടുന്നതാണിതൊക്കെ. ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവൻ ഒരു പോംവഴി ഏർപ്പെടുത്തി കൊടുക്കും. ഒന്നാം വചനത്തിന്റെ വിശദീകരണം. വിവാഹമോചന വിഷയകമായി മുസ്ലിം സമുദായം അനുഷ്ഠിക്കേണ്ടുന്ന പല നിയമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു ഈ അദ്ധ്യായത്തിൽ വിവരിക്കുന്നു. ത്വലാഖ് അഥവാ വിവാഹമോചനം മൂലമോ മറ്റോ വിവാഹബന്ധം വേർപ്പെടുമ്പോൾ ആ സ്ത്രീ ഗർഭവതിയാണോ അല്ലേ എന്നറിയുക. വിവാഹമോചനം ചെയ്തു കഴിഞ്ഞ ശേഷം അതിനെപ്പറ്റി ഖേദിക്കുകയും പഴയ ബന്ധത്തിലേക്ക് മടങ്ങുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് അതിന് ഒരവസരം നൽകുക മുതലായ ആവശ്യങ്ങളെ മുൻനിർത്തി വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ കുറച്ചുകാലം നിർബന്ധമായി കാത്തിരിക്കേണ്ടതുണ്ട്. ഇക്കാലത്തിന് അൽ ഇദ്ദ എന്ന് പറയപ്പെടുന്നു. ഇദ്ദയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പലതരക്കാരുണ്ട്. 1. ഭർത്താവിന്റെ മരണം കൊണ്ട് വേർപെട്ടവൾ. ഇവളുടെ ഇദ്ദാകാലം 4 മാസവും 10 ദിവസവുമാകുന്നു. അധ്യായം 2 വചനം 234. 2. ഭർത്താവുമായി സ്പർശനമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ത്വലാഖ് ചെയ്യപ്പെട്ടവൾ. ഇവൾ ഇദ്ദ ആചരിക്കേണ്ടതില്ല. അധ്യായം 33 വചനം 49. 3. ഗർഭമുണ്ടെന്ന് അറിയപ്പെട്ടവൾ. 4. ആർത്തവരക്തം ഉണ്ടാവാതിരിക്കുകയോ ഉണ്ടായ ശേഷം അത് നിലച്ചു പോകുകയോ ചെയ്തവർ. ഈ 2 കൂട്ടരുടെ ഇദ്ദയെക്കുറിച്ചും താഴെ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. ഈ 4 കൂട്ടരുടെയും ഇദ്ദാകാലങ്ങളിൽ ഏറ്റക്കുറവ് വരുന്ന പ്രശ്നമില്ല. 5. ആർത്തവവും ആർത്തവശുദ്ധിയും ഉണ്ടാകാറുള്ളവൾ. ഇവളുടെ ഇദ്ദ 3 ആർത്തവശുദ്ധി കഴിയുന്ന കാലമാണ്. അധ്യായം 2 വചനം 228. ഇങ്ങനെയുള്ളവരായിരിക്കുമല്ലോ വിവാഹമോചനം ചെയ്യപ്പെടുന്ന സ്ത്രീകളിൽ അധിക ഭാഗവും. ഈ വകുപ്പുകളിൽപ്പെട്ടവരുടെ ഇദ്ദാകാലം ഏറിയും കുറഞ്ഞും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൽ ദൈർഘ്യം വരാതിരിക്കുവാൻ വേണ്ടി അള്ളാഹു നിയമിച്ച ഒരു നിയമമാണ് ഈ വചനത്തിന്റെ ആദ്യത്തിൽ കാണുന്നത്. അതായത്
സ്ത്രീയുടെ ആർത്തവം കഴിഞ്ഞ് ശുദ്ധിയാവുകയും ആ ശുദ്ധികാലത്ത് ഭർത്താവിന്റെ സ്പർശനം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലെ ത്വലാഖ് നടക്കുവാൻ പാടുള്ളൂ. ഇതാണ് ത്വല്ലിഖൂഹുന്ന ലിഇദ്ദത്തിഹിന്ന അഥവാ ഇദ്ദ സമയത്തേക്കായിരിക്കണം ത്വലാഖ് എന്ന് പറഞ്ഞതിന്റെ താൽപര്യം. ഇങ്ങനെ ചെയ്യുന്ന പക്ഷം ത്വലാഖ് നടന്ന ആ ശുദ്ധികാലം ഒരെണ്ണമായി കണക്കാക്കപ്പെടുന്നതുകൊണ്ട് പിന്നീട് 2 ആർത്തവം കഴിഞ്ഞ് 3ാമത്തെ ശുദ്ധിയിൽ പ്രവേശിക്കുന്നതോടെ അവളുടെ ഇദ്ദ അവസാനിക്കുന്നതാണ്. നേരെ മറിച്ച് ആർത്തവകാലത്താണ് ത്വലാഖ് നടന്നതെങ്കിൽ ഇദ്ദാകാലം ദീർഘിക്കുമല്ലോ. ഇനി ശുദ്ധികാലത്തു തന്നെയാണെങ്കിലും അക്കാലത്ത് ഭർത്താവിന്റെ സ്പർശനമുണ്ടായിട്ടുണ്ടെങ്കിൽ അതുമൂലം അവൾ ഗർഭവതിയാകുവാനും അങ്ങനെ ഇദ്ദാകാലം ദീർഘിക്കുവാനും കാരണമായിത്തീരുമല്ലോ. ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള തുടങ്ങിയ ഹദീസു പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്തു. ആ സ്ത്രീക്ക് അപ്പോൾ ആർത്തവകാലമായിരുന്നു. ഈ വിവരം ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അറിയിച്ചു. അവിടുന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അവൻ അവളെ മടക്കിയെടുക്കട്ടെ, എന്നിട്ട് അവൾക്ക് ശുദ്ധിയുണ്ടാകുകയും പിന്നെ ആർത്തമുണ്ടാവുകയും പിന്നെ ശുദ്ധിയാവുകയും ചെയ്യുന്നതുവരെ അവളെ വെച്ചുകൊണ്ടിരിക്കട്ടെ. എന്നിട്ട് അവളെ ത്വലാഖ് ചെയ്യണമെന്ന് അവന് തോന്നുന്ന പക്ഷം ആ ശുദ്ധികാലത്ത് അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് അവൻ ത്വലാഖ് നടത്തിക്കൊള്ളട്ടെ. ഇതാണ് ഇദ്ദാസമയത്തേക്ക് ത്വലാഖ് നടത്തണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ആ കാലം. ഈ ഹദീസിൽ നിന്ന് മേൽ വിവരിച്ച് കൂടുതൽ വ്യക്തമാണല്ലോ. ഈ ഖുർആൻ വചനത്തിന്റെയും നബി വചനത്തിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ത്വലാഖിനെ 3ആയി ഭാഗിച്ചിരിക്കുന്നു. 1. സുന്നത്തിനോട് യോജിക്കുന്ന ശരിയായ ത്വലാഖ്. 1. ത്വലാഖുസുന്ന അഥവാ സുന്നത്തിനോട് യോജിക്കുന്ന ശരിയായ ത്വലാഖ്. സംയോഗം നടന്നിട്ടില്ലാത്ത ശുദ്ധികാലത്തുണ്ടാകുന്ന ത്വലാഖും പ്രത്യക്ഷത്തിൽ ഗർഭവതിയായവരുടെ ത്വലാഖും ഇതിൽ ഉൾപ്പെടുന്നു. 2. ത്വലാഖു ബിദ്അ അഥവാ സുന്നത്തിനെതിരായ ത്വലാഖ്. ഗർഭവതിയായി അറിയപ്പെടാത്ത സ്ത്രീയെ അവളുടെ ആർത്തവകാലത്തോ സംയോഗം നടന്നിട്ടുള്ള ശുദ്ധികാലത്തോ നടത്തുന്ന ത്വലാഖ്. 3. രണ്ടുമല്ലാത്തത്. ഇതിൽ പലതും ഉൾപ്പെടുന്നു. വിശദവിവരം ഫിഖ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. ഇദ്ദ ആരംഭിക്കുന്നതിനു പറ്റിയ സമയത്തായിരിക്കണം ത്വലാഖ് നടത്തുന്നതെന്ന് കൽപ്പിച്ച ശേഷം വഅഹ്സുൽ ഇദ്ദ അഥവാ ഇദ്ദയെ ശരിയായി എണ്ണിക്കണക്കാക്കുകയും വേണം എന്നുകൂടി അള്ളാഹു കൽപ്പിക്കുന്നു. തുടക്കവും അവസാനവും ശരിക്കു കണക്കാക്കപ്പെടാത്ത പക്ഷം അതുമൂലം പല കുഴപ്പങ്ങളും വഴക്കുകളും ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇക്കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. പഴയ വിവാഹബന്ധത്തിലേക്ക് തന്നെ മടക്കിയെടുക്കൽ, പുതിയ വിവാഹക്കാര്യം ആലോചിക്കൽ, ഇദ്ദാകാലത്തെ ഭക്ഷണച്ചെലവും താമസ സൗകര്യവും നൽകൽ മുതലായതെല്ലാം ആ കാലത്തെ ആശ്രയിച്ച് തീരുമാനിക്കപ്പെടേണ്ടതുണ്ടല്ലോ. ഇദ്ദാകാലത്തിന്റെ നിർണയത്തിൽ തർക്കം വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും വഴക്കും വക്കാണവും നടക്കാറുള്ളത് സാധാരണമാണ്. വത്തഖുല്ലാഹ റബ്ബക്കും അഥവാ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണം എന്ന വാക്യം ഇക്കാര്യത്തിന്റെ ഗൗരവത്തെയും കണിശതയെയും കുറിക്കുന്നു. നമ്മുടെ നാടുകളിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീരെ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നതും അതേസമയത്ത് അള്ളാഹു ശക്തവും വ്യക്തവുമായ ഭാഷയിൽ ശാസിച്ചിട്ടുള്ളതുമായ ഒരു നിയമമാണ് മറ്റൊന്ന്. അതെ, ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂത്തിഹിന്ന വലാ യഖ്റുജ്ന അഥവാ അവരെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്, അവർ പുറത്തു പോകുകയും അരുത്. വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അതുവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അഥവാ ഭർത്താവിന്റെ വക വീട്ടിൽ നിന്ന് അവളെ ഇറക്കി അയക്കുവാനും അവൾക്ക് ഇറങ്ങിപ്പോകുവാനും പാടില്ലെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എന്നാൽ ഇരുകൂട്ടരുടെയും വല്ല ഗുണത്തെയും മുൻനിർത്തി രണ്ടു കൂട്ടരും ഭാര്യയും ഭർത്താവും യോജിച്ച് ഇഷ്ടപ്പെട്ടാൽ പോലും അവൾക്ക് മാറിത്താമസിക്കാൻ പാടില്ലെന്നാണ് ഒരു പക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇല്ല അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിന അഥവാ അവർ വ്യക്തമായ വല്ല നീചവൃത്തിയും കൊണ്ടുവന്നാലല്ലാതെ എന്ന വാക്യം നോക്കുമ്പോൾ ഈ അഭിപ്രായത്തിനാണ് പിൻബലം കാണുന്നതും. അല്ലാഹു ആലം. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ഈ നിയമം അതർഹിക്കുന്ന വിധത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ നടപ്പിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നടക്കുന്ന വിവാഹമോചനങ്ങളിൽ അധികഭാഗവും താനെ ദുർബലപ്പെട്ടു പോകുമായിരുന്നു. കാരണം വിവാഹമോചനം ചെയ്യപ്പെട്ട ശേഷം ഇദ്ദ കഴിയുന്നതുവരെ ഏറെക്കുറെ 3 മാസക്കാലം ആ സ്ത്രീ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുമ്പോൾ വിവാഹമോചനത്തിനിടയാക്കിയ അസുഖം ക്രമേണ തീർന്നുപോകുവാനും രണ്ടുപേർക്കുമിടയിൽ പഴയ ബന്ധം തുടരുവാനുള്ള ആഗ്രഹം ജനിക്കുവാനും അങ്ങനെ ഇദ്ദാകാലം കഴിയുമ്പോഴേക്കും അവൻ അവളെ മടക്കിയെടുക്കുവാനും കാരണമായിത്തീരുന്നു. മനുഷ്യ മനസ്സിനെക്കുറിച്ച് മനുഷ്യനേക്കാൾ അറിയാവുന്ന അള്ളാഹുവിന്റെ ഈ നിയമം എത്ര കണ്ട് യുക്തിമത്തായ ഒന്നാണെന്ന് ആലോചിച്ചു നോക്കുക. പക്ഷേ മുസ്ലിങ്ങൾ അത് അവഗണിച്ചു കളഞ്ഞു. കൂട്ടത്തിൽ ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചിലവ് കൊടുക്കേണ്ടതുണ്ടെന്ന നിയമവും വിസ്മരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെയെല്ലാം തിക്തഫലം സമുദായം അനുഭവിച്ചും വരുന്നു. നിസ്സാര കാര്യത്തെ ചൊല്ലി വിവാഹമോചനം നടക്കും. അതോടെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ
അവൾ വീട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടും. അല്ലെങ്കിൽ അവൾ സ്വയം ഇറങ്ങിപ്പോകും. അനന്തരം കുറെ നാളുകളോളം പരസ്പരം ആ വൈരമനസ്ഥിതി നിലനിൽക്കുകയും ചെയ്യും. അതിനിടക്ക് ഇദ്ദയുടെ അവധി അവസാനിക്കും. അങ്ങനെ മടക്കിയെടുക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നീടാണ് ഭവിഷ്യത്തുകളെപ്പറ്റി ആലോചന വരുന്നതും അയ്യോ അത് വേണ്ടിയിരുന്നില്ല എന്ന് അനുഭവങ്ങൾ തെളിയിക്കുന്നതും. ഇതൊന്നും കേവലം സങ്കല്പമല്ല, നിത്യേന സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വ്യക്തമായ വല്ല നീചവൃത്തിയും ചെയ്താലല്ലാതെ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുവാനോ പുറത്തു പോവാനോ പാടില്ലെന്ന് പറഞ്ഞതിൽ നിന്ന് അങ്ങനെ വല്ല നീചവൃത്തിയും അവരിൽ നിന്ന് വെളിപ്പെട്ടാൽ അതുമുതൽ അവരെ പുറത്താക്കാമെന്ന് വ്യക്തമാകുന്നു. ഫാഹിഷത്തം മുബയ്യിന അഥവാ വ്യക്തമായ നീചവൃത്തി കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് വ്യഭിചാരമാണെന്നാണ് ഒരഭിപ്രായം. സദാചാര വിരുദ്ധമായ വ്യഭിചാരം, കളവ് മുതലായവയും എപ്പോഴും വഴക്കും വക്കാണവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കൽ മുതലായവയും ഇതിൽ ഉൾപ്പെടുമെന്നാണ് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഏതായാലും സഹിക്കാവതല്ലാത്ത നീചവൃത്തികളൊന്നും ചെയ്യാത്ത കാലത്തോളം വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അവൾ വസിച്ചിരുന്ന പാർപ്പിടം വിട്ടുപോയി കൂടാത്തതാണ്. പാർപ്പിടം മാത്രം പോരാ, അവൾക്ക് ഭക്ഷണത്തിനുള്ള വക കൂടി കൊടുക്കേണ്ടതും ഉണ്ട്. ഇതിനെപ്പറ്റി താഴെ പ്രസ്താവിക്കുന്നതാണ്. അപ്പോൾ കാര്യം എത്ര ഗൗരവപ്പെട്ടതാണെന്ന് ആലോചിച്ചു നോക്കുക. പോരാ, ഇതെല്ലാം അള്ളാഹുവിന്റെ നിയമാതിർത്തികളാണെന്നും അവയെ ലംഘിക്കുന്നവർ തങ്ങളോട് തന്നെയാണ് അനീതി പ്രവർത്തിക്കുന്നതെന്നുകൂടി അള്ളാഹു താക്കീത് ചെയ്യുന്നു. ഈ താക്കീത് കൊണ്ടും അള്ളാഹു മതിയാക്കിയിട്ടില്ല. ഹേ മനുഷ്യ, തൽക്കാലം നീ വിവാഹമോചനമങ്ങു നടത്തിയെങ്കിലും പിന്നീട് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുവാനിരിക്കുന്നത്, അള്ളാഹു എന്തെല്ലാം പുതിയ മാറ്റങ്ങളാണ് സംഭവിപ്പിക്കുവാൻ പോകുന്നത് എന്നൊന്നും നിനക്കറിഞ്ഞുകൂടല്ലോ. ഒരുപക്ഷേ നീ സ്വയം തന്നെ ഖേദിച്ചേക്കും. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ തമ്മിൽ പൂർവാധികം സ്നേഹത്തിൽ കഴിഞ്ഞുകൂടാൻ അവസരമുണ്ടായേക്കും. അങ്ങനെ പലതും സംഭവിച്ചേക്കാം. അടിക്കുറിപ്പ്: വിവാഹമോചനം നടത്തപ്പെട്ടവൾ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുവാൻ കൽപ്പിച്ചതിലടങ്ങിയ തത്വം ഇപ്പറഞ്ഞതാണെന്ന അടിസ്ഥാനത്തിലാണ് ഭർത്താവ് മരണപ്പെട്ടവളുടെയും മടക്കിയെടുക്കുവാൻ പാടില്ലാത്ത വിധത്തിൽ ത്വലാക്ക് ചെയ്യപ്പെട്ടവളുടെയും ഇദ്ദാകാലത്തിന് ഇത് ബാധകമല്ലെന്ന് ഇമാം അഹ്മദ് റഹ്മഹുല്ല മുതലായവർ അഭിപ്രായപ്പെടുന്നത്. വിശദീകരണം തുടരുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമാതിർത്തി വിട്ടുകടക്കാതെ അതിന്റെ പരിധിയിൽ ഒതുങ്ങി നിൽക്കുകയാണ് നിനക്കു നല്ലത് എന്നൊക്കെയാണ് അള്ളാഹു ആയത്തിന്റെ അവസാന വാക്യത്തിൽ ഉണർത്തുന്നത്. ലഅല്ലല്ലാഹു യുഹ്ദിസു ബഅദ ദാലിക അംറ. നിയമപരമായി നോക്കുമ്പോൾ മതത്തിൽ അനുവദിക്കപ്പെട്ട ഒന്നാണ് ത്വലാക്ക് എങ്കിലും അള്ളാഹുവിന് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് അതെന്ന് ഒരു നബിവചനത്തിൽ വന്നിട്ടുമുണ്ട്. അബൂദാവൂദ്. ത്വലാക്ക് നടന്നാൽ തന്നെ വീണ്ടും മടക്കിയെടുക്കുവാനുള്ള പ്രോത്സാഹനങ്ങളും അവസരങ്ങളും ഇതിനു പുറമേയും. ഇതെല്ലാം മുസ്ലിങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയങ്ങളാകുന്നു.